നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതിരാവിലെ ഉണരുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് നേരം വൈകിയാണ് പലരും എഴുന്നേൽക്കുന്നത്. നല്ലൊരു ശതമാനം ആളുകൾ എഴുന്നേൽക്കുന്നത് നേരം വൈകിയിട്ടാണ്. ട്യൂഷനൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അത് രാവിലെ ട്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും അതൊരു ചെറിയ നമ്പറല്ലേ എന്ന്. അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ അത് വലിയൊരു നമ്പറാണ്. കേരളത്തിൽ മാത്രമല്ല, പുറത്തൊക്കെ അതിനേക്കാൾ കൂടിയ നമ്പറായിരിക്കും. പല സ്ഥലങ്ങളിലും 4 മണിക്ക് ട്യൂഷൻ തുടങ്ങുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ നേരത്തെ എഴുന്നേൽക്കേണ്ടത് ഒരു ആവശ്യമായി വരുന്നുണ്ട്. പ്രധാനമായും കുഞ്ഞുങ്ങൾക്ക്, പിന്നെ ജോലിക്ക് പോകുന്നവർക്ക്. പലരും വീട്ടിൽ നിന്നാണ് ജോലിക്ക് അകലെ ആണെങ്കിൽ പോലും പോകുന്നത്. അവിടെ താമസിക്കുകയല്ല, ഏതാനും മണിക്കൂറുകൾ യാത്ര ചെയ്താലും അവർ വീട്ടിൽ നിന്ന് പോയി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് എന്തായാലും നേരത്തെ എഴുന്നേറ്റേ മതിയാകൂ. എന്നാൽ അല്ലാത്തവരും ഒരുപാട് പേരുണ്ടല്ലോ, അവരും നേരത്തെ എഴുന്നേൽക്കേണ്ടതാണ് എന്ന് സ്ഥാപിക്കുകയാണ് എൻ്റെ ഇന്നത്തെ ജോലി. ഇംഗ്ലീഷിൽ ഒരു പ്രോവർബുണ്ട്, early to bed, early to rise makes a man healthy, wealthy and wise. 3 കാര്യങ്ങളാണ്. എങ്ങനെ അവന് ബുദ്ധിയുള്ളവനായി തീരുന്നത് എങ്ങനെയാണ്? ഹെൽത്തി, വെൽത്തി, 3 കാര്യങ്ങളും നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ മെച്ചങ്ങളുണ്ടാകും എന്നാണ്. അതിലേക്ക് വരണമെങ്കിൽ നേരം വൈകി കിടക്കുന്ന അതുകൊണ്ടുള്ള ദോഷവശങ്ങളെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഫാഷൻ അതാണ്. വളരെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അതുകൊണ്ടാണ് എഴുന്നേൽക്കാൻ ലേറ്റാവുന്നത്. സീരിയലുകളും ഒക്കെ കണ്ട്, പല പ്രോഗ്രാമുകളൊക്കെ കണ്ട്, സിനിമ കണ്ട് ഒക്കെ ലേറ്റായിട്ട് കിടക്കുകയാണ്. ലേറ്റായി ഭക്ഷണം കഴിക്കുക, ലേറ്റായി കിടക്കുക, ഇതെല്ലാം ഇന്നത്തെ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അതിനൊരുപാട് ആസ്പെക്റ്റുകളുണ്ടെങ്കിലും അതിൻ്റെ ഒരു വശം പറയട്ടെ. ലേറ്റായിരുന്ന് പഠിക്കുന്ന അവരെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നുള്ളൂ. മറ്റ് ഭാഗങ്ങളൊന്നും ടച്ച് ചെയ്യുന്നില്ല. കുട്ടികൾ പലരും ലേറ്റായിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരു നിയമമുണ്ട്, 11:55 കിടക്കണം. എങ്കിലും കിടക്കണം. നേരത്തെ കിടക്കാൻ വിരോധമില്ല. 11:55 ശേഷം പഠിക്കാൻ പാടില്ല, ഇരുന്ന് പഠിക്കാൻ പാടില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ 1 മണി വരെ ഇരിക്കട്ടെ എന്നൊക്കെ. ഞങ്ങൾ സമ്മതിക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബാറ്ററി, തലയിലെ കമ്പ്യൂട്ടറുണ്ടല്ലോ, ആ കമ്പ്യൂട്ടറിൻ്റെ പവർ, അതിൻ്റെ ബാറ്ററി വീക്കാവും. ഇതൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളുടെ മൊബൈൽ ഫോൺ രാവിലെ തന്നെ ചാർജറിൽ നിന്ന് ഊരി നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി, രാത്രിയായി, കുറേ കഴിയുമ്പോഴേക്കും അതിൻ്റെ ചാർജ് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ വരും, ബാറ്ററി ലോ എന്നൊരു ഇൻഡിക്കേഷൻ തരും. അപ്പോൾ നിങ്ങൾ അത് ചാർജ് ചെയ്യാനായിട്ട് വയ്ക്കും. ഇത് ബാറ്ററി ലോ എന്ന് അത് രാവിലെ കാണിക്കില്ല, 10 മണിക്ക് കാണിക്കില്ല, രാത്രി 10 മണിക്കൊന്നും കാണിക്കില്ല. കുറേ കൂടി ഒക്കെ ആകുമ്പോഴൊക്കെയാണ്. ഇതുപോലെ നമ്മുടെ തലയാകുന്ന ആ ബാറ്ററി, തലയാകുന്ന കമ്പ്യൂട്ടർ, അതിന് പവർ ചെയ്യുന്ന ബാറ്ററി ഉണ്ട്, അത് വീക്കാവും.
ലോ വോൾട്ടേജ് കാണിക്കും. അപ്പോൾ അത് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യാനുള്ള മാർഗം ഉറങ്ങുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായിട്ട് ചാർജറൊന്നുമില്ല, ഒക്കെ ഇൻബിൽറ്റാണ്. ദൈവം എന്തെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തേക്കണമെന്നറിയാമോ? സോ സോഫിസ്റ്റിക്കേറ്റഡ്. ഇന്നും ഏറ്റവും ആധുനികമായ കമ്പ്യൂട്ടറിലൊന്നും കാണാത്ത മാതിരിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം അതാണ്, ബാറ്ററി ചാർജ്ഡായി. ബാറ്ററി ചാർജ്ഡ് ആകുന്നതിന് ഒരു സാധനം കൂടിയും ഒരു കാര്യം കൂടിയും വേണം, വെള്ളത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വെള്ളമുണ്ടാകണം. ശരീരത്തിൽ വെള്ളം അധികമുള്ള അവസരത്തിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ആ ബാറ്ററി ചാർജ്ഡ് ആവും. അപ്പോൾ നമ്മൾ ടയേർഡായി എന്ന് തോന്നിക്കഴിയുമ്പോൾ ഒരല്പനേരം ഒന്ന് ഉറങ്ങുന്നത് നല്ലതാണ്. അല്പനേരം അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഉറങ്ങുന്ന സമയം ഒരിക്കലും പരീക്ഷയുടെ നേരം ആവരുത്. അല്ലാത്തപ്പോൾ ഒന്ന് കിടക്കുന്നത് നല്ലതാണ്. കിടന്നാലും മതിയാവും, ഉറങ്ങണമെന്നില്ല. എന്താ കാരണം? കിടക്കുമ്പോൾ തലയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടും. കൂടുതൽ ഓക്സിജൻ അവിടെ വരും. കൂടുതൽ ഓക്സിജൻ വരുമ്പോൾ നമ്മൾ റിഫ്രഷ്ഡായി മാറും. അപ്പോൾ ഒന്ന് കിടന്നാലും മതിയാവും. നിൽക്കുമ്പോൾ ഹാർട്ട് എത്രയും ഉയരത്തിലേക്ക് പമ്പ് ചെയ്യണം. കിടക്കുമ്പോൾ ഗ്രാവിറ്റി ഫ്ലോ തന്നെ ഉണ്ടാകും. ഹൃദയത്തിൻ്റെ ജോലി എളുപ്പമായി തീരും. കൂടുതൽ ഓക്സിജൻ തലയിലേക്ക് വരും. നമ്മൾ റിഫ്രഷ്ഡായി മാറും. അപ്പോൾ ധാരാളം ജോലി ചെയ്യുന്നവർ ഇടയ്ക്ക് ഒന്ന് കിടന്ന് വിശ്രമിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ എന്താണ് മെച്ചം? ഒന്നാമത്തേൽ രാവിലത്തെ ടെമ്പറേച്ചർ, ചൂട് കുറവാണ്. രാത്രിയിൽ 1 മണിക്കും ഒക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. 11 മണിയായാലും 12 മണിയായാലും ഒക്കെ നല്ല ചൂടാണ്, നല്ല ഉഷ്ണമായിരിക്കും. രാവിലെ ആണെങ്കിൽ അന്തരീക്ഷം വളരെ തണുത്തിരിക്കുന്ന സമയമാണ്. നമ്മുടെ ബോഡി കംഫർട്ടബിളായിരിക്കും. ഒരു AC-യിലിരുന്ന് പഠിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകും. AC-യിലിരുന്ന് പഠിക്കുന്ന ഒരു പ്രതീതി. അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. എത്ര മണിക്ക്? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയും. നമ്മുടെ ഭാരതീയരുടെ ആചാരം അതാണ്. ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്നത് ഏകദേശം 3 മണിയോടൊക്കെ അടുത്താണ്. അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു 4-4:30 മണിക്കൊക്കെ എഴുന്നേൽക്കാവുന്നതാണ്. അങ്ങനെ എഴുന്നേൽക്കുന്നവർ എത്ര മണിക്ക് കിടക്കണം? ഒരു 5-നും 6-നും ഇടയ്ക്ക് ഉറങ്ങാൻ, മണിക്കൂറുകൾ ഉറങ്ങാൻ സൗകര്യം കിട്ടത്തക്ക വിധത്തിൽ. അപ്പോൾ 11 ഒക്കെ ആകുമ്പോൾ കിടന്നാൽ ഒരു 4:30 മണിക്ക് എഴുന്നേൽക്കുക. ആവശ്യത്തിന് ഉറക്കമായി. പിന്നെ നല്ല അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കാം. തണുപ്പുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമതൊന്ന്, ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പല തരത്തിലാണ്. റോട്ടിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ ഹോണടിക്കൽ, അവയുടെ ഇരമ്പൽ, വീട്ടിൽ വിസിറ്റേഴ്സ് വന്ന് ബെല്ലടിക്കൽ, അടുക്കളയിൽ ഒരു പാത്രം തട്ടി മുട്ടി അല്ലെങ്കിൽ താഴെ വീണു ഒച്ചയുണ്ടായി, കുട്ടികൾ കരഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവർ ജോലിക്കാർ വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ
പകൽ സമയത്ത് നമുക്ക് ഉണ്ട്. എന്നാൽ അത് രാവിലെ ഈ പറഞ്ഞതൊന്നും തന്നെയല്ല. 4 മണിക്ക് 5 മണിക്കൊന്നും ആരും വന്ന് നിങ്ങളുടെ വീട്ടിൽ ബെല്ലടിക്കില്ല. റോട്ടിലെ ട്രാഫിക് വളരെ കുറവായിരിക്കും. വീട്ടിൽ പാത്രങ്ങൾ തട്ടുമുട്ടുക അതൊന്നും ഉണ്ടാവില്ല. ഫോൺ വരണതും കുറവായിരിക്കും. ഇങ്ങനെ നല്ല ഒരു അന്തരീക്ഷമാണ്. ഡിസ്റ്റർബൻസ് കുറവ്, അതാണ് രണ്ടാമത്തെ. ഒന്നാമത്തേത് തണുത്ത അന്തരീക്ഷം, വിയർപ്പുണ്ടാവില്ല. രണ്ടാമത്തേത് ഡിസ്റ്റർബൻസ് കുറവ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ്. സൂര്യപ്രകാശം, സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ അവ തീക്ഷ്ണതയുള്ളവയായിരിക്കുകയില്ല. അതിപ്പോൾ 11 മണിക്കും അങ്ങനെ തന്നെ ആയിരിക്കും, തീക്ഷ്ണത ഉണ്ടാവില്ല. രാത്രി 11 മണിക്ക് 12 മണിക്കും 1 മണിക്കും ഒന്നുമില്ല. അപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അപ്പോഴത്തെ പ്രത്യേകത നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ, ബാഹ്യ ഇന്ദ്രിയങ്ങൾ നമുക്ക് 5 എണ്ണമുണ്ട്. അതുപോലെ നമുക്ക് ആന്തരിക ഇന്ദ്രിയങ്ങളുമുണ്ട്. കണ്ണ്, ആന്തരികമായ നേത്രങ്ങളുണ്ട്, ആന്തരികമായ ചെവികളെല്ലാം. ഇതെല്ലാം ഏറ്റവും അധികം തുറന്നിരിക്കും. നല്ല ഉച്ച നേരത്ത് നമ്മുടെ കണ്ണുകൾ ഡയലേറ്റ് ചെയ്യില്ല. അത് അടഞ്ഞിരിക്കും. അടയാന്ന് വെച്ചാൽ മിനിമം മാത്രമേ അത് തുറക്കുള്ളൂ കണ്ണുകൾ. നല്ല ശബ്ദമുള്ളപ്പോൾ ചെവികൾ സെൻസിറ്റീവ് ആകില്ല. ഇതുപോലെ തന്നെയാണ് സൂര്യനിൽ നിന്ന് ധാരാളം വികിരണങ്ങൾ ഭൂമിയിലെത്തുമ്പോൾ നമ്മുടെ ബാഹ്യനേത്രങ്ങൾ മുഴുവൻ തുറന്നിരിക്കില്ല, ആന്തരിക നേത്രങ്ങളും തുറന്നിരിക്കില്ല. എന്നാൽ 4 മണി 5 മണിയൊക്കെ സമയത്ത് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിന്, വികിരണങ്ങൾക്ക് തീക്ഷ്ണത കുറവാണ്. അപ്പോൾ നമ്മുടെ ആന്തരിക നേത്രങ്ങളും നന്നായി തുറക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൂച്ചയുടെ കണ്ണുകൾ രാത്രിയിൽ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും രാത്രിയിൽ തിളങ്ങുന്നത്. അപ്പോൾ നന്നായി ഡയലേറ്റ് ചെയ്യും രാത്രിയിൽ. പകൽ പ്രകാശമുള്ളപ്പോൾ ഡയലേറ്റ് ചെയ്യില്ല. നമ്മുടെ കണ്ണുകളും അത് തന്നെയാണ്. നമുക്കൊരു ഡയാഫ്രം ഉണ്ട്. നല്ല പ്രകാശമുള്ളപ്പോൾ ആ ഡയാഫ്രം ചുരുങ്ങിയിരിക്കും. ചെറിയ ഹോൾ മാത്രമേ ആ ഡയാഫ്രത്തിലുണ്ടാവുള്ളൂ, മറ്റേത് ആ ഹോൾ വികസിക്കും. ഇത് തന്നെ നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയ സമയമാണ് അത്. ഏറ്റവും നന്നായി ഏകാഗ്രതയോടുകൂടി പഠിക്കാൻ പറ്റുന്ന സമയമാണ് അത്, രാവിലത്തെ സമയം. ഇനിയും ഇന്ന് നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾ 2 മണി വരെ ഇന്നലെ ഇരുന്ന് പഠിച്ചു, അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. 7 മണി 8 മണി വരെ കിടന്നുറങ്ങി. 5 മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ? പരീക്ഷയുടെ തലേ ദിവസം 5 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 2 മണിക്ക് കിടക്കുന്ന ആൾ 7 മണി വരെ ഉറങ്ങിയാലാണ് 5 മണിക്കൂർ ഉറക്കം കിട്ടുക. അതിലും കുറഞ്ഞാൽ പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റിയെന്ന് വരില്ല, എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മ വരില്ല. ഈ 5 മണിക്കൂർ നമ്മൾ ഉറങ്ങിയത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? തലേ ദിവസം പഠിച്ചതിൽ പലതിൻ്റെയും സൂക്ഷ്മത കുറഞ്ഞു പോകും. അത് നല്ല ഓർമ്മയുണ്ടാവില്ല. എന്നാൽ നേരത്തെ എഴുന്നേറ്റ് പഠിച്ച ഒരു വ്യക്തി, 4 മണി തൊട്ട് പഠിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് അന്ന് രാവിലെ പഠിച്ചതെല്ലാം ഓർമ്മയിലുണ്ടാവും. ഓരോ പ്രാവശ്യവും നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസം പഠിച്ച പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. രാവിലെ എഴുന്നേറ്റ് പഠിച്ച ആളാണെങ്കിലോ ആ പരീക്ഷ കഴിയുന്നത് വരെ അത് നമ്മുടെ മെമ്മറിയിൽ ഫ്രഷായിട്ടുണ്ടാവും. ഇത്
രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരുപാട് നന്മകളുണ്ട്. ഇത് കൂടാതെ അവന് ക്ലാസ്സിൽ നേരത്തെ എത്താൻ പറ്റും. സ്കൂൾ ബസ്സിന് പോകുന്നവരാണെന്ന് വിചാരിക്കുക. സ്കൂൾ ബസ്സിന് പോകുന്നവരാണെങ്കിൽ സമയത്തിന് ചെന്നില്ലെങ്കിൽ ഒരുപക്ഷെ സ്കൂൾ ബസ് പോകും. അല്ല, സ്കൂൾ ബസ് കാത്തു നിൽക്കുകയാണെങ്കിൽ മറ്റു കുട്ടികളുടെ സമയം നഷ്ടപ്പെടും. നേരത്തെ എഴുന്നേൽക്കുന്നത് സമയത്തിന് സ്കൂളിലെത്താനായിട്ട് നിങ്ങളെ സഹായിക്കും. സമയത്തിന് ജോലിസ്ഥലത്ത് എത്താനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഇതിന് കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. തണുപ്പ് രാജ്യങ്ങളിൽ അത് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അതിശക്തമായ തണുപ്പായിരിക്കും. നമ്മുടെ നാട്ടിലും മഞ്ഞുകാലത്ത് രാവിലെ എഴുന്നേൽക്കുന്നത് ദുഷ്കരമാണ്. പക്ഷെ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഈസി ആയിട്ട് ഓവർകം ചെയ്യുക? അതിന് നല്ല ചൂട് തങ്ങി നിർത്തുന്ന ഡ്രസ്സ് ചെയ്താൽ മതി. സ്വെറ്ററോ അത്തരത്തിലുള്ള ഡ്രസ്സിലൂടെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം. രണ്ടാമത് ഒരു പ്രശ്നമുള്ളത്, അത് നാട്ടിൻപുറത്തൊക്കെയാണ്. ഇപ്പോൾ അതും കുറവാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തെ ഓർത്തു പോകുകയാണ്. എൻ്റെ വീടൊരു നാട്ടിൻപുറത്ത് ഒരു പാടത്തിൻ്റെ അടുത്താണ്. തറവാട് പാടത്തിൻ്റെ കരയ്ക്കലാണ്. അന്നൊക്കെ മഞ്ഞ് അതിശക്തമാണ്. അത് ഒന്നോ രണ്ടോ ഷർട്ട് എടുത്തിട്ടാൽ ഒരു മഫ്ളർ കഴുത്തിൽ കെട്ടി, അല്ലെങ്കിൽ ഒരു മങ്കി ക്യാപ്പ് തലയിൽ ഇട്ടു, അങ്ങനെയൊക്കെ ആ തണുപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അന്ന് കാലത്തൊക്കെ ധാരാളം കുറുക്കന്മാരുണ്ടായിരുന്നു. കുറുക്കന്മാർ ഓളിയിടുമ്പോൾ നമുക്ക് ഭയവും, കുട്ടികളല്ലേ. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കാനായിട്ടൊരു മടി, മിക്കവാറും എല്ലാവർക്കും മടിയും പേടിയും ഉണ്ടാവും. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ, അമ്മ അവർ നേരത്തെ എഴുന്നേൽക്കും. അവരെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ സൂചിപ്പിച്ചത്, മക്കൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ മാതാപിതാക്കളും എഴുന്നേൽക്കണം. അവർ എന്തെങ്കിലും ജോലി ചെയ്യാൻ അവർക്ക് സമയം ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വായിക്കാനായിട്ട് ഉപയോഗിക്കാം, ഈ സമയം ഉപയോഗിക്കാം. ഇതൊരു ആവശ്യം കൂടിയാണ്. നേരത്തെ എഴുന്നേൽക്കാനൊരു പ്രോത്സാഹനം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടി കിടക്കാതെ തുടർച്ചയായിരുന്ന് പഠിക്കാനൊരു പ്രോത്സാഹനം, ഇതെല്ലാം ഈ മക്കൾക്ക് ലഭിക്കും. അവരുടെ ചീഫ് ആർക്കിടെക്റ്റ് ആരാ? അവർ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെയാണ്. കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ ചീഫ് ആർക്കിടെക്റ്റ് മാതാപിതാക്കളാണ്. അവരാണ് ഈ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കേണ്ടത്, നല്ല ശീലങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ ശീലങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. അപ്പോൾ അവർ നേരത്തെ തന്നെ ആ ശീലങ്ങൾ പരിചയിക്കാനായിട്ട് തുടങ്ങും. പലർക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി കിടക്കണമെന്ന് തോന്നും. അത് മാതാപിതാക്കൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ കാണുന്നതാണ്. എല്ലാവരും 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ എഴുന്നേൽക്കും. അങ്ങനെയാണ് സിസ്റ്റം. കഴിഞ്ഞിട്ട് ചിലർ സ്റ്റഡി ഹാളിൽ വന്ന് മേശപ്പുറത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങും. ഇത് ചെക്ക് ചെയ്യുന്നതിന് വാർഡന്മാരുണ്ടാവും. 5 മിനിറ്റ് ഉള്ളപ്പോഴേക്കും വാർഡന്മാർ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് അവർ റെഡിയായിട്ടുണ്ടാവും.
അവർ ഈ കുഞ്ഞുങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അവർ സ്റ്റഡി ഹാളിൽ വന്നിരുന്ന് ഉറങ്ങുന്നുവെങ്കിൽ അവരെ തട്ടി ഉണർത്തും. അങ്ങനെ ഒക്കെ ചെയ്യുക. അത് മാതാപിതാക്കൾ ആണ് വീട്ടിൽ ചെയ്യണം. പലരും ചെയ്യുന്നില്ല, അതുകൊണ്ട് നേരം വൈകുന്നു. മാതാപിതാക്കൾ നേരത്തെ എഴുന്നേറ്റാൽ ഭക്ഷണം നേരത്തെ തയ്യാറാക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ഭക്ഷണം കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ. അല്ലാണ്ട് തലേ ദിവസത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് അത് അത്ര ആരോഗ്യകരമല്ല. പുതിയ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുത്തയക്കാനൊക്കെ കഴിയും. മക്കളുടെ ആരോഗ്യം നമ്മുടെ കയ്യിലല്ല, അടുത്ത അയൽക്കത്തെ ഡോക്ടറുടെ കയ്യിലും അല്ലല്ലോ. നമ്മളല്ലേ അത് ശ്രദ്ധിക്കേണ്ടവർ. മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ നേരത്തെ എഴുന്നേൽക്കുന്നതിലും എഴുന്നേറ്റതിന് ശേഷം നന്നായി ജോലി ചെയ്യുന്നതിലും വലിയ റോളുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ദേഹത്തിന് ഒരു സുഖമുണ്ട്. അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ്. നേരം വൈകി എഴുന്നേൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ നേരം വൈകി കിടക്കും തോറും, നേരം വൈകി എഴുന്നേൽക്കും തോറും നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഹാനി തട്ടും. അതെങ്ങനെയെന്ന് പറയാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ മുറിയിലെ വായുവിൽ 80% നൈട്രജനും 20% ഓക്സിജനും ചെറിയൊരു ശതമാനം കാർബൺ ഡൈ ഓക്സൈഡാണുള്ളത്. 80 മുഴുവൻ തികയില്ല, 20 മുഴുവൻ തികയില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ശതമാനം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയൊക്കെ ഉണ്ടാകുന്നതിന് കാരണം. ഇനി നിങ്ങൾ കിടന്ന് ആ മുറിയിലെ സമയം കഴിക്കും തോറും നിങ്ങൾ ആ മുറിയിലെ ഓക്സിജൻ ഉപയോഗിക്കുന്നു, നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, വാട്ടർ വേപ്പർ, നീരാവിയും കൂടി പുറത്ത് വിടുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ റൂമിൽ ഉറക്കം പുരോഗമിക്കുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരികയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരികയും ചെയ്യും. ഒരു സ്റ്റേജ് വരുമ്പോൾ അതുപോലെ നീരാവിയുടെ അളവും കൂടി വരും. ഈ കൂടിയ നീരാവിയുള്ളതും കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുമായ എയറാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് നേരം വെളുത്തൊരു 5 മണി മുതലൊക്കെ 4 മണി 5 മണി മുതലൊക്കെ നമ്മുടെ മുറിയിലെ എയർ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അത് നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തലവേദനയും ഒക്കെ ഉണ്ടാകും. ക്ഷീണം മാറിയിട്ടുണ്ടാവില്ല, റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, പിന്നെയും ഉറങ്ങണമെന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര നേരം വൈകി നിങ്ങൾ എഴുന്നേൽക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ക്ഷീണം കൂടും. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, പ്രകൃതി ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുക, പ്രകൃതി ഉണരുമ്പോൾ നമ്മളും ഉണരുക. പ്രകൃതി ഉണർന്നു എന്ന് എപ്പോഴാണ് മനസ്സിലാക്കുക? പക്ഷികൾ ചിലച്ചു തുടങ്ങും. ആ പക്ഷികളുടെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങുമ്പോൾ മനസ്സിലായി പ്രകൃതി ഉണർന്നു. ആ പ്രകൃതി ഉണരുമ്പോൾ നമ്മളും ഉണരാനായിട്ട് ശ്രമിക്കണം. ഇത് നല്ല ആരോഗ്യം നിലനിർത്തുന്നതിനും വളരെ ഏകാഗ്രതയോടുകൂടി പഠിക്കുന്നതിനും പരീക്ഷ വരെ അത് മുഴുവനായി പഠിച്ചത് മുഴുവൻ ഓർത്തിരിക്കുന്നതിനും നല്ല മാർക്ക് ലഭിക്കുന്നതിനും ശരീരത്തിന് പൊതുവെ ഉന്മേഷം ഉണ്ടാകുന്നതിനുമൊക്കെ സഹായിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.